ശ്രീ ടി ജെ വിനോദ് MLA, അദ്ദേഹം ടെലിഫോൺ ലൈനിൻ്റെ MLA കേട്ട് കാണുമല്ലോ, കണ്ടു കാണുമല്ലോ ഈ ദൃശ്യങ്ങൾ. നമ്മുടെ നാട്ടിൽ ചെളിതെറിപ്പിക്കലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അതൊന്നോ രണ്ടോ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ട് മനുഷ്യരെ വണ്ടിയിൽ വട്ടം പിടിച്ച് 500 മീറ്ററോളം കൊണ്ടുപോയത്. എന്തു വേണമെങ്കിലും സംഭവിക്കാവുന്ന അവസ്ഥ. എന്തുകൊണ്ടാണ് പോലീസ് ഇതിലൊരു വേണ്ട നടപടി എടുക്കാത്തത്? അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ചേരാനല്ലൂർ പഞ്ചായത്ത് ചിറ്റൂർ പ്രദേശത്തുണ്ടായത്. പ്രായമായ പിതാവിനെയും മകനെയും കാറിൽ വലിച്ചിഴച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന ഒന്നുമല്ല. തീർച്ചയായും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് വരെ ഒരു ലാഘവബുദ്ധിയോടെ പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്തത് എന്നുള്ള സംശയമാണ്. അല്ല, അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ നാട്ടുകാർ പിടിച്ചു വെച്ചപ്പോഴാണ് പോലീസ് വരുന്നു, വാഹനം കൊണ്ടുപോകുന്നു. പക്ഷേ വേണ്ട ഒരു മെഡിക്കൽ പരിശോധന നടത്താനോ, അത് അവരുടെ അക്ഷയുടെ പെങ്ങള് അൻസു പറഞ്ഞ MLA കേട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അത് മദ്യവെച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ പരിശോധന നടത്താമെന്നാണ് വളരെ കൂളായിട്ട് പോലീസുകാർ പറഞ്ഞു. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. അതായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ ഗൗരവമായി കണ്ടുകൊണ്ട് നടപടി സ്വീകരിക്കുന്നതിന് പകരം ലാഘവ ബുദ്ധിയോടെ ആ കേസ് കൈകാര്യം ചെയ്യുന്നതാണ് ഇന്ന് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുറ്റം ചെയ്തവരെ ഇതിനെ ശക്തമായ മുഖം നോക്കാതെ നടപടിയെടുക്കുക എന്നുള്ളതാണ് പോലീസ് അടിയന്തരമായി ചെയ്യേണ്ടിയിരുന്നത്. അത് ദൗർഭാഗ്യവശാൽ അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു ഗൗരവകരമായ ഒരു വീഴ്ചയായി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങയുടെ ഒരു ഇടപെടൽ ഇതിലുണ്ടാവുന്ന പ്രതീക്ഷ അല്ലേ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെയും സിറ്റി പോലീസ് കമ്മീഷണറെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, അതിലൂടെ ഇത്തരം തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ശരി, വളരെ നന്ദി MLA പ്രതികരണം അറിയിച്ചതിന്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കൂടി വേണ്ട ശ്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നേരത്തെ ഈ അക്ഷയുടെ സഹോദരി അൻസു പറഞ്ഞതൊക്കെ. ഒരു ചെളി തെറിപ്പിച്ചു, അതിന് ചോദിച്ചു ഇങ്ങനെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിച്ചു. അവിടെ തീരേണ്ട ഒരു പ്രശ്നമായിരുന്നു. അതിന് പിന്നാലെ ഫോളോ ചെയ്ത് വന്ന് വീടിൻ്റെ മുമ്പിൽ നിന്ന് ചീത്ത പറയുകയും മുമ്പിലേക്ക് അവർ അത് സംസാരിക്കാൻ ഇറങ്ങി വരുമ്പോൾ കൈ പിടിച്ചു വെച്ചുകൊണ്ട് വാഹനം ഓടിച്ചു പോവുകയും ചെയ്യുകയാണ്. അതായത് ആ പ്രായമായ മനുഷ്യൻ, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മകനെയും രണ്ടുപേർക്കും ചെറിയ തോതിൽ പരിക്കും പറ്റുന്നു. മറ്റ് അപകടങ്ങളിലേക്ക് പോകത്തെ എന്തോ ഭാഗ്യം കൊണ്ടാണ്. ഇങ്ങനെയൊക്കെയാണോ മനുഷ്യർ പെരുമാറുന്നതെന്നാണ്. അതും എന്നാൽ അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാകുമ്പോൾ, അങ്ങനെ തെറ്റായൊരു നടപടി ഉണ്ടാകുമ്പോൾ ഉടനെ വളരെ കർശനമായ നടപടികളിലേക്ക് പോലീസ് പോകേണ്ടതാണ്. പക്ഷേ പോലീസ് വളരെ നമ്മൾ പറയുന്നതാണ്, അവരെ പരാതിക്കാരുടെ വേർഷനാണ് നമ്മൾ പറയുന്നത്. ഇനി പോലീസിൻ്റെ ഭാഗം കേൾക്കണം എങ്കിലേ നമുക്കറിയുമെങ്കിലും വളരെ ഉദാസീനമായൊരു സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് ഇപ്പോൾ ആ കുടുംബം ആരോപിക്കുന്നത്. കാരണം വേണ്ട മെഡിക്കൽ പരിശോധന പോലും നടത്താൻ തയ്യാറായില്ലേ, അത് മദ്യവെച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പരിശോധന നടത്താത്തതെന്ന് വളരെ അശ്രദ്ധമായി അങ്ങ് പറഞ്ഞൊഴിയുകയാണോ പോലീസുകാർ ചെയ്യേണ്ടതെന്നാണ്. എന്ത് അപകടമുണ്ടാകാവുന്ന പ്രവൃത്തിയായിരുന്നു. ഒരു പോസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇടിച്ചോ ഒക്കെ ജീവൻ പോലും നഷ്ടമാകാവുന്ന സാഹചര്യം ഉണ്ടായതാണ്. എന്തോ ഭാഗ്യത്തിനാണ് കുടുംബം രക്ഷപ്പെട്ടത്. ഇങ്ങനെയൊക്കെയാണോ മനുഷ്യർ ചെയ്തത്? അതും ഒരു ഡോക്ടറാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നു. ഇപ്പോൾ നേരത്തെ അൻസു പറഞ്ഞ പോലെ ജീവൻ്റെ വില ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന സമൂഹമാണ്, നമുക്ക് അത്രയേറെ ബഹുമാനമുള്ള സമൂഹമാണ്. പക്ഷെ അതിലൊരാൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കർശനമായ നടപടികൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകട്ടെ. ഇനി അതിൻ്റെ ആദ്യ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിൽ ആരുടെ ഭാഗത്ത് തെറ്റുകളുണ്ടെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊന്നുമല്ല കേരളത്തിൽ കാണേണ്ട ദൃശ്യങ്ങൾ.